മോളെ പൂച്ചി നല്ലത് പറയാം. എല്ലാം മോൻ കാരണമാകും കൂടി. ശീതളിനെ മീറ്റ് ചെയ്യുമല്ലായിരുന്നു ഞാൻ. ശീതളിന്റെ പേരായിരുന്നു ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഈ പേരാണ്, ശീതൾ എന്ന്. ഇത് ആരാണ്, എനിക്കൊരു കാണാനൊരു, അപ്പൊ എനിക്ക് കാണണം എന്നുള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്, ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ ആരാണ് എന്ന് എനിക്ക് അറിയണമായിരുന്നു. എനിക്ക് കാണാൻ അതിനുള്ള അവസരം വന്നു, ഞാൻ കണ്ടു. അപ്പൊ തന്നെ ഗണേശ് എന്നെ കണ്ട് തട്ടി വീണു. അത് ഇതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു അത് എങ്ങനെയാണ് ആ മൊമെന്റ് എത്തിയെന്ന്. ചങ്കക്കുടമാണ്. ചാറ്റിംഗ് തുടങ്ങി പ്രൈവറ്റ് ആയിട്ട്. ചാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രാപ്പകലില്ലാതെ മെസ്സേജിങ് അല്ല. എണീക്കുമ്പോ ഹൈ, പിന്നെ നമ്മൾ പയ്യാണല്ലോ റിപ്ലൈ അയക്കും. റിപ്ലൈ അയച്ചതിന് പിന്നെ രാത്രി ഒരു ഓക്കെ, ഇതാണ് ചാറ്റിംഗ്. ഒന്നും അറിയില്ല. അത് തന്നെ കാരണം ആദ്യമേ ഉള്ള സ്റ്റാർട്ടിങ് ട്രബിൾ. മൈക്ക് ടെസ്റ്റ്. അങ്ങനെ എന്തായാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ റിലേഷനിലായി. പിന്നെ അങ്ങോട്ട് ഒരു ഡ്രൈവ് ആയിരുന്നു. അത് പല രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. എന്തായാലും ഞങ്ങളുടെ തീരുമാനം ശരിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് വീട്ടിലേക്ക് അറിയിച്ചു. അതിവിടെ വരെ എത്തി. അതാണ് ഞങ്ങളുടെ കണ്ടുമുട്ടൽ. അതാണ് ഞങ്ങളുടെ ഒരു ജേർണി. ആ പാട്ട് അങ്ങനത്തെ ലൈക്ക് ഭയങ്കര ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ട്. ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അത് ഒരേ ഫിലിമിൽ തന്നെ. അപ്പൊ അതും കൂടി കേട്ട് ഇവനെയും കൂടി ഇരിക്കണപ്പോ ലൈക്ക് ഫൈനലി ഒരുമിക്കാൻ പോവാണ്. ലൈക്ക് ഇത്രയും നാളും ഫൈനലായിട്ട് നമ്മൾ കാണുമ്പോ ഒരു ഇമോഷൻ വരില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ സന്തോഷം. പക്ഷെ ഞാൻ മാത്രല്ല, ആളുടെ കണ്ണീന്ന് കുടുകുടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കട്ടായിരുന്നു കണ്ണീര്. അതും കൂടി കണ്ടപ്പോ വീണ്ടും അങ്ങ് എനിക്ക് എന്താണെന്നറിയാം, അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു ഐറ്റമാണ്. കാരണം ഞാൻ യൂഷ്വലി അങ്ങനെ ഒരു ഇമോഷണൽ വെളിയിൽ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ആ ടൈമിൽ ഞാൻ വരെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പം അവളുടെ വൈബും കാര്യങ്ങളൊക്കെ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പം അവളുടെ ചെറുക്കൻ എങ്ങനെയാണ് എന്ന് നമുക്ക് വലിയ ഐഡിയില്ലായിരുന്നു. പക്ഷെ ഗണേഷിനെ പരിചയപ്പെട്ടപ്പോ ഞങ്ങളുടെ ആ ടെൻഷനൊക്കെ പറയാം. അവൾക്ക് കട്ടക്ക് നിൽക്കുന്ന അവര് സോൾമേറ്റ്സ് തന്നെയാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഫ്രണ്ട്സിനോട് സിംഗിൾ പ്രസംഗം കളിച്ച് നടന്ന ആൾക്കാരില്ലേ, അതേപോലെ അങ്ങനത്തെ ഒരാളായിരുന്നു ഇതും. എനിക്ക് ചെറുക്കനെ കിട്ടില്ല എന്ന് പറഞ്ഞ് നടന്ന ആളായിരുന്നു ഞാനും. ലൈക്ക് ഫൈനലി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇന്നും കൂടി പറഞ്ഞോളൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്നുള്ളത്.
ഫൈനലി ലൈക്ക് വി ഗോട്ട് മാരീഡ്. പിന്നെ ഗണേശൻ ബോയ് ഫ്രണ്ട് ആയിരുന്ന പോലെ അല്ല, ഹസ്ബൻഡായി കഴിഞ്ഞപ്പോൾ ലൈക്ക് ഒരു ചേഞ്ച് ഇൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇതിങ്ങനെയല്ലല്ലോ ഇവൻ, എന്ത് പറ്റി ഇത്ര സ്നേഹമോ എൻ്റെ അടുത്ത്, അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫ്യൂ ഡേയ്സിൽ മാരേജ് കഴിഞ്ഞ പിന്നെ. അന്നേ അറിയായിരുന്നു ഇത് ഇങ്ങനെ തന്നെ എൻ്റെ ആവും എന്നുള്ളത്. എനിക്ക് ഒട്ടും ഷോക്കിംഗ് അല്ലായിരുന്നു. ശീതലിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിലേഷൻഷിപ്പാണിത്. കുറേ തടസ്സങ്ങൾക്ക് ശേഷം ഫൈനലി ഹാപ്പൻ ആയ ഒരു മൊമെൻ്റാണ്. കാരണം മഴയും വന്നു, ഭയങ്കര തടസ്സങ്ങളുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഫൈനലി നടന്നപ്പോൾ അതിൻ്റെതായ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഓരോ രീതിയിലും ഒന്നിച്ച് ബിൽഡ് ചെയ്യണമെന്നാണ്. അപ്പം എന്തായാലും ഞങ്ങളുടെ പ്ലാനുകൾ അതേപോലെ നടന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് അതേപോലെ തന്നെ ഇതാണ്. I believe that it's so. എൻ്റെ എല്ലാം വിഷസും ബ്ലെസ്സിങ്സും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ അവളുടെ സോൾമേറ്റിനെ കണ്ടെത്തിയിരിക്കുന്നു. In the dark